ഈ ഒരു അവസരത്തിൽ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് താങ്ങായി തണലായി ഇപ്പോൾ ഉണ്ടാകണം. നിങ്ങളുടെ പ്രതീക്ഷയാണ് അവർ. ഇനി ടൈം ലൈനിൽ ഒരല്പം മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൈവിട്ട് പോയിട്ടില്ല. കുറച്ചുകൂടെ ഒരു സാവകാശം ലഭിച്ചു എന്ന് കരുതുക. കുട്ടികളെ ആവശ്യമില്ലാതെ ഫോഴ്സ് ചെയ്യരുത്. എക്സാമിന് വേണ്ടി പഠിക്ക് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. നിനക്ക് വീണ്ടും സമയം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. അവരോട് കൂടെ ഇരിക്കുക. നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ കൂടെ ഉണ്ട്, നിനക്കാവുന്നത്ര നീ പരിശ്രമിക്കുക, നമുക്ക് വിജയം നേടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുള്ളത് സിലബസ് പ്രിപ്പറേഷൻ അല്ല, ഓൺലി റിവിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അല്ല 14 ഇയേഴ്സ് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏതൊരു കാര്യവുമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കറേജിലോട്ട് കൊണ്ടുവരിക, ധൈര്യപ്പെടുത്തുക. അതായത് മെന്റൽ ഫെറ്റീഗിൽ നിന്ന് നിങ്ങൾ ഫോർട്ടിറ്റ്യൂഡിലോട്ട് കയറി പോവുക, ധൈര്യത്തിലോട്ട് കയറി പോവുക എന്നതാണ്. അതിന് ഇവിടെ സ്കോർ നേടേണ്ടത് പാരൻസ് അല്ല, കുട്ടികളാണ് ഹൈ സ്കോർ നേടേണ്ടത്. അപ്പോൾ പാരൻസ് അവർക്ക് ഇവിടെ താങ്ങായി തണലായി നിൽക്കണം. അല്ലെങ്കിൽ നീ ചെന്ന് തൊട്ടാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്, നിന്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുള്ളൂ, ഇങ്ങനെയുള്ള കമന്റ്സുകളൊന്നും കുട്ടികളോട് പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുവാൻ പാടുള്ളതേ അല്ല. കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് നൽകുക. പോസിറ്റീവ് സപ്പോർട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു ടൈം ലൈനിൽ ഒരു വ്യത്യാസം വന്നു 1-2 മന്ത് അങ്ങോട്ട് മാറും അഡ്മിഷന്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സീറ്റ് അവിടെ വെയിറ്റിംഗ് തന്നെയാണ്, അതാർക്കും കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പാരൻസിനായിട്ടോ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളത് സൈലന്റ് ആയിട്ട് ഒരിക്കലും സഫർ ചെയ്യുവാനായിട്ട് പാടുള്ളതില്ല. ആവശ്യമാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ മാഗ്നറ്റൈസ് ചെയ്യുവാൻ അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി